കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങി വെച്ച ബ്ലെസ്സിങ് ആൻഡ് കേസിങ്ങിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അതിന്റെ ഇൻട്രഡക്ഷന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. എത്ര പേര് ഇവിടെ ഇല്ലായിരുന്നു? ആരൊക്കെ ഇല്ലായിരുന്നവരുണ്ട്? സുസഞ്ചിരിയ ഇല്ലായിരുന്നു. പിന്നെ ആരുണ്ട്? ഇല്ല. ഓക്കെ, ഇൻട്രഡക്ഷൻ. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഇൻട്രഡക്ഷൻ ചെറിയൊരു ഭാഗത്തിൽ നമുക്കൊന്ന് കിടക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-20 വാക്യം ഒന്ന് വായിച്ചിട്ട് ആരെങ്കിലും. ഇത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് വളരെ സൂക്ഷിക്കണേ. ആരെയൊക്കെ സാക്ഷി വെച്ചിരിക്കുന്നത്? അത് ദൈവത്തിന് ഇനി മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് മനുഷ്യരെ സാക്ഷി വെച്ചാണല്ലോ മനുഷ്യൻ മരിച്ചു പോയെന്ന് പറയാം. ഇത് ആരെയൊക്കെ സാക്ഷി വെച്ചേക്കുന്നത്? ആകാശത്തെ ഭൂമി. അടുത്ത വാക്യം. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിന് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്ന് ഇരിക്കുകയും ചെയ്യേണ്ടതിന് തിരഞ്ഞെടുപ്പ് ആരുടെ കയ്യിലായിരിക്കുന്നത്? ഓക്കെ, അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ജീവനെ തെരഞ്ഞെടുക്കേണ്ട ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? നാട്ടുകാരെ ആരെ ഏൽപ്പിച്ചിട്ടില്ല, സഭക്കാരെ ഏൽപ്പിച്ചിട്ടില്ല, പള്ളിക്കാരെ ഏൽപ്പിച്ചിട്ടില്ല. അഥവാ മുമ്പേ അച്ഛൻ പറഞ്ഞ മാതിരി സാമുദായിക സഭകളെയോ അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള ഒരു റിലീജിയനെയും ദൈവം നമ്മുടെ ജീവനെ ഏൽപ്പിച്ചിട്ടില്ല. സ്തോത്രം. നാം തന്നെയാണ് ജീവനെ തിരഞ്ഞെടുക്കണോ, മരണത്തെ തിരഞ്ഞെടുക്കണോ, അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കണോ, ശാപത്തെ തിരഞ്ഞെടുക്കണോ എന്ന് തീരുമാനമെടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാനിടയായി, അത് പിന്നെ അതിന് ബാക്കിയില്ല. അതല്ലോ നിനക്ക് ജീവനും. അവ ജീവൻ മാത്രമല്ല, അതിനോടൊപ്പം എന്തിനാ കിട്ടുന്നുണ്ട്? ദീർഘായുസ്. അനേകർക്ക് ഇന്ന് കിട്ടാത്ത ഒന്നാണ്. എന്താണ് ദീർഘായുസ്? ദീർഘായുസ് ഇപ്പൊ വേണ്ടാന്ന് പറയാം മനുഷ്യൻ നടക്കുന്നത്. വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സ്വത്രം. കാരണം എന്താണെന്നറിയോ? കാരണം എന്താണ് ഈ അനുഗ്രഹമെന്നും എന്താണ് ഈ ശാപമെന്നും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. സ്തോത്രം. ഒരു ദൈവത്തിന്റെ ഒരു കൽപ്പനയുണ്ട്. പുതിയ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദീർഘായുസ് ഉണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ഇതിന്റെ പിതാവിനെയും മാതാവിനെയും എന്നാ നിനക്ക് എന്തുണ്ടാകും? അപ്പൊ പ്രോമിസോട് കൂടിയ ഒരു കൽപ്പനയാണ്. ഇന്ന് മനുഷ്യര് ഞാൻ ദൈവത്തെ സേവിച്ചാ പോരെ, ഞാൻ യേശുവിനെ കർത്താവിന്റെ രക്ഷകമായി സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കൽപ്പന അനുസരിക്കുന്നുണ്ട്, അമ്മയെ അപ്പനെ ബഹുമാനിക്കണമെന്നോ സ്നേഹിക്കണമെന്നോ വല്ലതും ഉണ്ടോ? സ്തോത്രം. സ്തോത്രം. എന്തോ കിട്ടത്തില്ലെന്നാണ്. ഇത് ആര് പറഞ്ഞു വെച്ചേക്കുന്നത്? ആരെ ചൊല്ലി സത്യം ചെയ്തേക്കുന്നത്? ഇപ്പൊ ഇന്ന് വായിച്ച സങ്കീർത്തനം വന്നെടുത്ത് ഇന്നത്തെ 7-ാം സങ്കീർത്തനത്തിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു ഭാഗം നിങ്ങളത് കാണിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിനകത്ത് അതിന്റെ 6-ാമത്തെ വാക്യം. യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ, എന്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ. എന്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ. പിന്നെ
എനിക്ക് വേണ്ടി ഉണരണമേ. ദൈവം ആർക്ക് വേണ്ടി ഉണരണം? നമുക്ക് വേണ്ടി ഉണരണമേ. എങ്ങനെയാ ഉണരാൻ പോകുന്നതാണ് അടുത്ത ഭാഗം പറയുന്നത്. നീ ന്യായവിധി. അപ്പൊ ദൈവം ഓൾറെഡി ആർക്ക് വേണ്ടി ന്യായവിധി കൽപ്പിച്ചു കഴിഞ്ഞു? ശത്രുവിന് വേണ്ടി. നമ്മുടെ കാര്യമാണ് കർത്താവ് നീ അത് ചെയ്യണമെന്നല്ല, കർത്താവ് നീ കൽപ്പിച്ച ന്യായവിധി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണമേ എന്ന് പറയണം, പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി നീ ഒരു ന്യായവിധി കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശത്രുവിന്റെ മേൽ നീ എനിക്കൊരു ന്യായവിധി കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിധി കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുമ്പോ കർത്താവ് ഇനി കൽപ്പിക്കണമേ എന്നല്ല, കർത്താവ് നീ ചെയ്ത ആ ന്യായവിധി ഇവിടെ എന്റെ ജീവിതത്തിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് എനിക്ക് കാണണം. ദൈവം ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞു. എന്താണ് കൽപ്പിച്ചു കഴിഞ്ഞത്? ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. അതിന് ആകാശത്തെയും ഭൂമിയെയും ചൊല്ലി ഞാൻ സാക്ഷ്യം പറയുന്നു. പ്രൈസലോട്. ആകാശവും ഭൂമിയും സാക്ഷ്യമായിരിക്കുകയാണ്. ശാപവും അനുഗ്രഹവും നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. ആരാണ് തിരഞ്ഞെടുക്കേണ്ടത്? തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ ആ തിരഞ്ഞെടുപ്പിന് പ്രകാരം ഇരിക്കും നമ്മുടെ അനുഗ്രഹം നമ്മുടെ മേൽ വരുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പിന് പ്രകാരം ഇരിക്കും നമ്മുടെ മേൽ ശാപം വരുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത്? നാം വളരെ സൂക്ഷിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുവാനിടയായി. സ്തോത്രം. 7 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുവാൻ പോവുകയാണ്. ഓരോന്നോരോന്നായിട്ട് പറയും ഈ ആഴ്ചകളിൽ. സ്തോത്രം. സ്തോത്രം. അതിനകത്തിന് കഴിഞ്ഞ ആഴ്ച സഹോദരി ഇല്ലാഞ്ഞ പേരിൽ ഒന്നുകൂടെ ഒരു ചെറിയ കാര്യം കൂടെ പറയാൻ പോയാണ്. കിങ് ജെയിംസ് വേർഷനിൽ തന്നെ അതിനകത്ത് 160 പ്രാവശ്യം കേഴ്സസ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം മറ്റുള്ള വേർഷനകത്ത് 200-ൽ പരം പ്രാവശ്യം കേഴ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഗലാത്യ ലേഖനത്തിൽ കൂടെ വായിച്ചു പോയപ്പോൾ ശാപത്തെ കുറിച്ച് അനേക പ്രാവശ്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ശാപവാക്കുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ദൈവം അവിടെ ഉപയോഗിക്കുവാൻ കാരണം നമ്മൾ ശാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് അനുഗ്രഹത്തിലേക്ക് കടന്നു വരണം. ഈ ശാപം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സന്തോഷം തരുന്നതല്ല, സമാധാനം തരുന്നതല്ല, നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. സ്തോത്രം. ഇനിയും വരട്ടെ. സ്തോത്രം. പ്രോവർബ് 3:33 വാക്യം. സ്തോത്രം. യഹോവയുടെ ശാപം ഓക്കെ ദുഷ്ടന്റെ വീട്ടിൽ ദൈവമില്ല എന്ന് ദുഷ്ടൻ തന്നെ. സ്തോത്രം. ദൈവം ഇല്ലാത്തവന്റെ വീട്ടിൽ എന്തുണ്ട്? അവന് പള്ളിയിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? സ്തോത്രം. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. എന്നെ കുറിച്ച് പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. പള്ളിയിൽ പോയതുകൊണ്ട് ഇടത്തില്ല. ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക തന്നെ വേണം. ദൈവം സ്നേഹമാണ്. ആ ദൈവത്തെ സ്നേഹിക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ശാപം ആരുടെ വീട്ടിലുണ്ട്? ദുഷ്ടന്റെ വീട്ടിലുണ്ട്. പിന്നെ നീതിമാന്മാരുടെ വാസസ്ഥലത്തെ അവൻ പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം നമ്മുടെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നീതിമാനായ ദൈവത്തിന്റെ കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, അവൻ നമ്മളെ ഏത് രീതിയിൽ നീതീകരിച്ചോ ആ നീതിയിൽ ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരികയുള്ളൂ. ഒരു ഭാഗം കൂടെ വായിച്ചാണ്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. ഇതാ ഞാൻ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. ചിലരൊക്കെ ഈ ശാപം വിശ്വസിക്കുന്നില്ല. കടം വാങ്ങുന്ന ശാപമാണ്. അനുഗ്രഹം എന്തോ? നീ കടം കൊടുക്കുമെന്നുള്ളൂ. അപ്പം ഇവിടിപ്പോ നമ്മളിപ്പോ കടം വാങ്ങാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ സിസ്റ്റത്തിൽ കൂടെ. എന്നാൽ നമുക്ക് കടം ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കടം വാങ്ങണം. എങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് കടബാധ്യസ്ഥരായി തീരുന്നത് വേറെയാണ്. ഒരു വീട് കടം എടുക്കുന്ന പോലല്ല, അല്ലെ ഒരു കാറ് നമ്മൾ കടം വാങ്ങുന്നത് പോലല്ല. നമ്മൾ കടത്തിന്റെ മേൽ കടമായി കടബാധ്യസ്ഥരായി നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും രണ്ടാണ്. ഇവിടെ ഒരു വീട് വേണമെന്നല്ല നമ്മൾ എന്ത് ചെയ്യണം?
ബാങ്കിൽ നിന്ന് കടമെടുത്ത് ലോൺ എടുത്താണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ അതല്ല ഞാൻ ഈ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം, കടബാധ്യത കൂടുതൽ കന്ന് കിടക്കുന്ന ഒരു വ്യക്തിയിൽ എന്തിനു ഈടാന്നറിയാമോ? അപ്പൊ അതിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ പഠിച്ച് 2004 ഞാൻ പഠിച്ചു, 2004 ഇത് പ്രസംഗിച്ചു, ഇതിനെപ്പറ്റി ശുശ്രൂഷിച്ചു. സ്തോത്രം. ഈ 2005 മുതൽ എന്റെ കടങ്ങളെല്ലാം മാറിക്കിട്ടി. ഞാൻ വിടുതൽ പ്രാപിച്ചു. നമുക്ക് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പോംവഴി കണ്ടുപിടിച്ചാൽ ഇത് വിവരത്തിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് വന്ന് നമ്മളവിടെ പഴുതി മാറി കഴിയുന്നത് അതല്ല വേണ്ടത്. ഇതിനകത്തിലെ വാക്യം നിങ്ങൾ അതിനകത്തോട് കടക്കാൻ പോവാണ്. അകത്തേക്ക് കടന്നു കഴിയുമ്പോഴാണ് വിവരങ്ങൾ അറിയാൻ പോകുന്നത്.